ദൈവനാമത്തിനൊപ്പം അധ്യക്ഷൻ ദേവദാസൻ കൂടുതലിരിക്കുന്ന എല്ലാവർക്കും ദൈവവേശ നാമത്തിൽ എന്നെ സ്നേഹാക്കുന്നത്. ഇന്നത്തെ ചിന്തക്കേട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവൻ. നമ്മൾ അനേക ദേവദാസന്മാരെ കൂടി കേട്ടതായ വാക്യവചനമാണിത്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവൻ. ശിമോൻ പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണിത്. ആഴം എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ എന്തിനെങ്കിലും ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള ദൂരം എന്നതാണ് ആഴം എന്ന വാക്കിന്റെ അർത്ഥം. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് താഴ്ച അല്ലെങ്കിൽ താഴ്ചയുടെ അനുഭവം. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ടനുസരിച്ച് ശിമോൻ പത്രോസത്തിന് പിന്മാറ്റത്തിലായിരുന്ന ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു നിറവിന്റെ അനുഭവം വെളിപ്പെട്ടത് താൻ ആഴത്തിലേക്ക് അല്ലെങ്കിൽ താഴ്ചയിലേക്ക് നീക്കി വലയിറക്കിയപ്പോൾ മാത്രമാണ്. തുടർന്ന് നമ്മൾ ആഴം എന്ന വാക്ക് പഠിച്ചു വരുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അഗാധവും ഗൂഢം എന്ന വാക്ക് ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയപ്പോൾ ഡീപ്പസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഡീപ്പസ്റ്റ് നമ്മൾ മലയാളത്തിൽ നോക്കുമ്പോൾ ആഴം. എന്തുകൊണ്ടായിരിക്കും ദാനിയേലിന്റെ ദൈവം ആഴത്തിലുള്ള ചില വെളിപ്പാടുകളെ ദൈവം നൽകുവാനായിട്ട് ഇടയായി തീർന്നത് ഉള്ളതിനെ ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി. ദാനിയേലിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ, താൻ രാജകൊട്ടാരത്തില്, അതുപോലെ സിംഹത്തിന്റെ കുഴിയില്, അതുപോലെ തന്നെ തീച്ചൂളയിലും, ഏതൊരു സാഹചര്യത്തിലും താൻ ദൈവവുമായിട്ട് ആഴത്തിലൊരു ബന്ധം അല്ലെങ്കിൽ ആഴത്തിലൊരു പ്രാർത്ഥനയുടെ ഒരു ജീവിതം ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആഴത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആഴത്തിലുള്ള ചില വെളിപ്പാടുകളെ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ യോനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു. കടലിന്റെ ആഴത്തിലേക്ക് യോനയെ ഇട്ട് കളഞ്ഞതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില നിയോഗങ്ങളിലേക്ക് മടങ്ങി വരാനും ചില നിയോഗങ്ങളെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഫ്രണ്ടിലോട്ട് വെക്കാനായിട്ട് നമുക്ക് ആഴത്തിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യകതയാണ്. നമ്മൾ ബൈബിൾ പഠിച്ചു വരുമ്പോഴും ആഴത്തിലെ കുറെ അനുഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചില നിയോഗങ്ങളെ പ്രാപിക്കാനും അല്ലെങ്കിൽ ചില നിയോഗത്തിലേക്ക് മടങ്ങി വരുവാനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള അനുഭവങ്ങളെ നൽകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആദ്യമായിട്ട് ആഴം എന്ന വാക്ക് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് ദൈവം എന്താഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിൽ ഒരു മനോഹര സൃഷ്ടിപ്പായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഹായ് എത്ര ആഴമേ, യേശുവിൻ സ്നേഹമേ, ആയാതിൻ ധ്യാനമേ, ജീവിത ഭാഗ്യമേ. പാട്ടുകാരുടെ കൂടെ ഒപ്പം നമുക്ക് പാടാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ ആഴമായ സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇത്ര അധികം ഭാഗ്യകരമായ ഒരു ജീവിതമായി തീരുന്നത്. ദൈവത്തിന്റെ ആഴമായ സ്നേഹത്തിൽ നമുക്ക് ആഴത്തിൽ വേരൂന്നിക്കൊണ്ട് യേശുക്രിസ്തു നമ്മുടെ അടുത്ത് പറഞ്ഞ വാക്കുകൾ നമ്മൾ അനുസരിച്ച് ദൈവവുമായിട്ട് ആഴത്തിലുള്ള പ്രാർത്ഥനാ ബന്ധത്തിലേക്ക് മുഴുകിച്ചെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിയോഗത്തിലേക്ക് എത്തുവാനും ദൈവത്തിന്റെ ആത്മാവ്